വനിതാ ലീഗ് പ്രവർത്തകർ റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കരുതെന്ന് ലീഗ് നേതാവ്. പാനൂരിൽ ഇന്ന് നടക്കാനിരിക്കുന്ന ഷാഫി പറമ്പലിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗ് പ്രവർത്തകർ പങ്കെടുക്കരുതെന്ന് പറയുന്ന ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം UDF കമ്മിറ്റി ഇന്ന് പാനൂരിൽ ഷാഫി പറമ്പലിന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ടെന്നും അതിൽ വനിതാ ലീഗ് പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും എന്നാൽ റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കേണ്ട എന്നാണ് ലീഗ് നേതാവ് ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. അടുക്കും ചിട്ടയുമുള്ള ആഘോഷം മതിയെന്നും വനിതാ ലീഗ് പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചാൽ മാത്രം മതിയെന്നുമാണ് നിർദ്ദേശം. കൂത്തുപറമ്പ് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റേതാണ് സന്ദേശം. ആവേശത്തിമിർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ലെന്നും വനിതാ പ്രവർത്തകർ ആക്ഷേപം വരാതെ ജാഗ്രത പുലർത്തണമെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ വനിതകൾ കാണിക്കുന്ന ആവേശം നമുക്ക് പാടില്ലെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നിർദ്ദേശമെന്നും ലീഗ് നേതാവ് പറയുന്നുണ്ട്. വോട്ടെണ്ണൽ ദിവസം പാനൂരിൽ വനിതാ ലീഗ് പ്രവർത്തകർ നൃത്തം ചെയ്ത് ആഘോഷിച്ചിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് ലീഗ് നേതാവിന്റെ വിവാദ നിർദ്ദേശത്തിന്റെ ഓഡിയോ പുറത്തുവന്നത്. ഇന്നലെ ഷാഫിക്ക് കുറ്റ്യാടിയിലടക്കം വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ഇന്നലെ വൈകിട്ട് പേരാമ്പ്രയിലെ സ്വീകരണത്തിന് ശേഷമാണ് ഷാഫി കുറ്റ്യാടിയിൽ എത്തിയത്. കുറ്റ്യാടി പാലത്തിനടുത്ത് നിന്ന് തുറന്ന വാഹനത്തിൽ സ്വീകരിച്ച ഷാഫിക്ക് പറമ്പിൽ ടൗൺ ജംഗ്ഷനിലെ സ്വീകരണ കേന്ദ്രത്തിലെത്താൻ മണിക്കൂറുകൾ വേണ്ടിവന്നു. വടകര മണ്ഡലത്തിൽ UDFന്റെ കനത്ത വിജയം മതനിരപേക്ഷ മനസ്സുകളുടെ വിജയമെന്ന് നിയുക്ത MP ഷാഫി പറമ്പിൽ കുറ്റ്യാടിയിൽ നൽകിയ സ്വീകരണത്തിൽ പറഞ്ഞു. വർഗീയതയോട് സന്ധിയില്ലാ സമരം ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ ജനങ്ങൾ വോട്ട് നൽകിയപ്പോൾ അനാവശ്യ പ്രയോഗങ്ങൾ നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് CPM ശ്രമിച്ചത്. വടകരയിലെ ജനങ്ങൾ ഇതെല്ലാം നിരസ്കരിക്കുകയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഇടയിൽ പ്രവാസികളുടെ സഹായം തേടി ഗൾഫ് നാടുകളിൽ പര്യടനം നടത്തിയ ഷാഫി തനിക്ക് വോട്ടും മറ്റ് സഹായങ്ങളും നൽകിയ ഗൾഫുകാർക്ക് നന്ദി പറയാനായി UAE തിരിക്കുന്നുണ്ട്. 22-ന് കണ്ണൂരിൽ നിന്ന് ഷാഫി ഷാർജയിലേക്ക് പോകും. DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും അനുഗമിക്കും. ദുബായ് KMCC ജില്ലാ പ്രസിഡന്റ് KP മുഹമ്മദ് ഇൻകാസ്, ഖത്തർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അൻസാർ കൊല്ലാടൻ എന്നിവരുടെ ക്ഷണം സ്വീകരിച്ചാണ് UAE പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തന്നെ ജയിപ്പിക്കുമെന്ന് UDF നേതാക്കൾ പ്രഖ്യാപിച്ചപ്പോൾ അത്രയങ്ങ് പോകണമെന്ന് നേതാക്കളോട് ചോദിച്ചിരുന്നുവെന്നും അപ്പോൾ അക്കാര്യം ഉറപ്പാണെന്ന മറുപടി പൂർണ്ണമായി വിശ്വസിച്ചില്ലെന്നും ഷാഫി പറമ്പിൽ ഇന്നലെ സ്വീകരണത്തിൽ പറഞ്ഞു. വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴാണ് വടകരയിലെ ജനങ്ങൾ ഒന്ന് തീരുമാനിച്ചാൽ അത് തീരുമാനം തന്നെയാണെന്ന് തനിക്ക് ബോധ്യമായതെന്നും നാദാപുരത്ത് ആയിരങ്ങൾ അണിനിരന്ന സ്വീകരണത്തിൽ ഷാഫി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വേളയിൽ തനിക്കെതിരെ പ്രചരിപ്പിച്ച എല്ലാം വടകരയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നും കാഫീറാണ് എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പ്രചരിപ്പിച്ചതെന്ന് പച്ചക്കള്ളം പടച്ചുവിട്ടവർക്കെതിരെ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നും ഷാഫി പറഞ്ഞു.